നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം മോളെ. എനിക്ക് പേടിയാ ചന്ദ്രി. അവരെല്ലാം കൂടി നമ്മളെ പിച്ച് ചിന്തും. വിശ്വാസവഞ്ചനയും ആൾമാറാട്ടവും ഒക്കെയാ നമ്മൾ ചെയ്ത കുറ്റം. അവര് നമ്മളോട് ഒരിക്കലും ക്ഷമിക്കില്ല. എന്ത് വന്നാലും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടമ്മാവാ. ഞാൻ പോയി പാർവതി ആന്റിയെ കണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. നീ ചെല്ലു മോളെ. ഞാനും വരാൻ ചേച്ചി. വേണ്ട മോനെ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. അമ്മാവന് അവിവേകം ഒന്നും കാണിക്കാതെ നീ ശ്രദ്ധിക്കണം. പേടിക്കണ്ട മോളെ, നീ പോയിട്ട് വാ. കല്യാണപ്പെണ്ണ് ഓടിപ്പോയ വിവരം എന്റെ വീട്ടുകാരെ അറിയിക്കാനായിട്ട് ഇറങ്ങിയതാണോ? അകത്ത് നടന്ന സംസാരം മുഴുവൻ വള്ളി പുള്ളി വിടാതെ ഞാൻ കേട്ടു. അല്ല, ദൈവം എന്നെ കേൾപ്പിച്ചു. നന്നായി. ഇനി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അവിടെ നിനക്ക് തെറ്റി. ഇനിയാണ് നീ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങേണ്ടത്. നീ എന്നിൽ നിന്നും എന്താണ് മറയ്ക്കുന്നതെന്ന് ഞാൻ നിന്നോട് പലതവണ ചോദിച്ചു. അപ്പോഴൊന്നും നീ മനസ്സ് തുറക്കാൻ തയ്യാറായില്ല. പക്ഷേ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമായി. എനിക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന ജാതകം മാറ്റി അവിടെ ശിവാനിയെ പ്രതിഷ്ഠിച്ചത് നീ കൂടെ ചേർന്നിട്ടാണല്ലേ? ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് എങ്ങനെ നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നു? ഒരു സാധാരണ പെണ്ണാണെങ്കിൽ പതറിപ്പോവും, എല്ലാം കൈവിട്ടു പോവും. പക്ഷേ നീ ഇല്ലാത്ത ദേഷ്യം കാണിച്ച് ഓരോ അവസരത്തിലും എന്നെ തെറ്റുകാരനാക്കി പിടിച്ചു നിന്നു. സിനിമയിൽ അഭിനയിക്കേണ്ടത് ശിവാനിയല്ല, നീയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ മുമ്പിൽ കാഴ്ചവെച്ച പ്രകടനം ക്യാമറയ്ക്ക് മുമ്പിൽ നടത്തിയാൽ നീ ഓസ്കാർ അവാർഡ് നേടും. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു സർ. പക്ഷേ അതിനെനിക്ക് എന്റേതായ ന്യായീകരണങ്ങളുണ്ട്. നീ ന്യായീകരിക്കേണ്ടത് എന്റെ മുമ്പിലല്ല, എന്റെ പാറുവിന്റെ മുമ്പില്. എനിക്ക് ഈ ജാതകത്തിലും ജ്യോതിഷത്തിലും ഒന്നും വിശ്വാസമില്ല. പക്ഷേ 30-ാം വയസ്സിൽ എനിക്കെന്തോ ആപത്ത് വരുമെന്ന് കരുതി ദീർഘസുമംഗലി യോഗമുള്ള ഒരു പെൺകുട്ടിയെ പാറു തേടാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. നീ ചതിച്ചത് എന്നെയല്ല, എന്റെ പാറുവിനെയാ. ഭാഗ്യജാതകക്കാരിയിലൂടെ ഞാൻ ആകാശത്തോളം വളരുമെന്ന് കരുതിയ എന്റെ അച്ഛനെയാ നീ ചതിച്ചത്. മനസ്സിനൊട്ടും ഇണങ്ങാത്ത പെൺകുട്ടിയെ എന്റെ ആയുസിന് വേണ്ടി മാത്രം സ്വീകരിക്കാൻ ഒരുങ്ങിയ എന്റെ അമ്മയെയാണ് നീ ചതിച്ചത്. എല്ലാവരെയും വിഡ്ഢികളാക്കി അതിബുദ്ധി ചമഞ്ഞിരിക്കുന്ന നീ ഒരു ദ്രോഹിയാണ്. ശിവാനി ഓടിപ്പോയെന്ന് എത്ര നിസ്സാരമായ നീ പറയാൻ പോകുന്നത്. പക്ഷേ മണ്ഡപത്തിൽ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാനും എന്റെ വീട്ടുകാരും ഇനി എങ്ങനെ തല ഉയർത്തി നിൽക്കുമെന്ന് നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വീട്ടുകാർ വാങ്ങിക്കൊടുത്ത സ്വർണം കൊണ്ടാ അവൾ ഓടിപ്പോയത്. അത് വെറും മഞ്ഞ ലോകമായിരുന്നില്ല, പാറുവിന്റെ സ്നേഹമായിരുന്നു. പാറു ശിവാനിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചു തുടങ്ങിയപ്പോഴെങ്കിലും നിനക്ക് പറയായിരുന്നു, അവളല്ല നീയാണ് എനിക്ക് ചേരുന്ന ജാതകക്കാരിയെന്ന്. ഒരുപാട് അവസരങ്ങൾ നിനക്ക് കിട്ടി. പല തവണ നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാട്ടിലമ്പലത്തിലേക്കുള്ള യാത്രയിൽ മണിക്കൂറുകളോളം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. നീ പറഞ്ഞില്ല. എന്നെ എന്റെ കുടുംബത്തെ മാത്രമല്ല പരദേവതയെ കൂടിയാ നീ ചതിച്ചത്. എല്ലാം തുറന്നു പറയാൻ പലവട്ടം എന്റെ മനസ്സൊരുങ്ങിയതാ. വിവേകം അനുവദിച്ചില്ല. ഹോ, മനസ്സിലായി. ഇത്രയും കാലം നിന്നെ വളർത്തിയ നിന്റെ അമ്മാവിന് വേണ്ടി നിനക്ക് ത്യാഗം ചെയ്യണമായിരുന്നു. എങ്കിലല്ലേ ഈ ലോകം മുഴുവനും നിന്നെ ഒരു വിശുദ്ധ പദവി നൽകി ആദരിക്കൂ. ജാതകത്തിൽ പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടോന്ന് നീ ചിന്തിച്ചില്ല.
എന്റെ ആയുസിന് ദോഷം വന്നെങ്കിലും ഒരു പ്രശ്നമില്ലാന്ന് നീ തീരുമാനിച്ചു. എങ്കിലും നിന്നെ ഒരു മകളെ പോലെ സ്നേഹിച്ച ആളാ പാറു. എനിക്കെന്തെങ്കിലും സംഭവിച്ച പാറു ഹൃദയം പൊട്ടി മരിക്കുമെന്ന് പോലും നീ ചിന്തിച്ചില്ല. ഞാനെല്ലാം ചിന്തിച്ചിരുന്നു. സാറിന്റെ അമ്മയെ കുറിച്ച് മാത്രമല്ല, സാറിന്റെ വീട്ടുകാരെ കുറിച്ചും. സാറിന്റെ മരണത്തോടെ അനാഥമാവുന്ന സാറിന്റെ ജോലിക്കാരുടെ കുടുംബത്തെ കുറിച്ചും ഒക്കെ. എന്റേതായ വിധത്തിൽ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ത് പ്രായശ്ചിത്തം? ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ കുറ്റബോധം മാറ്റാൻ അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? എന്റെ ജാതകം ചേരുന്ന നീ തന്നെ എന്റെ മരണത്തിന് കാരണക്കാരിയായി എന്നറിഞ്ഞാൽ പാറുവിന് സഹിക്കുവോ? പാറു ഒരുപക്ഷെ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തിയേക്കാം. പക്ഷെ അമ്മ, എന്റെ മരണത്തോടെ അമ്മ ഒരുപക്ഷെ ഒരു മുഴുഭ്രാന്തിയായിട്ട് മാറുമായിരുന്നു. എല്ലാ തെറ്റുകളും ഞാൻ ഏൽക്കുന്നു. എന്നോട് ക്ഷമിക്കണം. ഇനിയും നീ എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. നിന്റെ കണ്ണീരിനെ ഇനി ഞാൻ വിശ്വസിക്കില്ല. സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. വേണ്ട, നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ പലവട്ടം ഞാൻ അവസരം തന്നതാണ്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്നതും സാർ കേട്ടേ പറ്റൂ. ശിവാനിയും അമ്മായിയും ചേർന്ന് ജാതകം മാറ്റിയ വിവരം ആരോടും പറയില്ലെന്ന് ഞാൻ എന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു പോയി. എനിക്കെല്ലാം എന്റെ അമ്മയാ. അച്ഛൻ പോയതിനു ശേഷം ഒരു കുറവ് അറിയിക്കാതെ എന്നെ വളർത്തിയ അമ്മയെ ഞാൻ എങ്ങനെ ധിക്കരിക്കും? എന്നിട്ടിപ്പോ എന്തായി? നിന്റെ അമ്മയെ നീ ഒളിപ്പിച്ച രഹസ്യം പുറത്തായില്ലേ? ശരിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ നൽകിയ വാക്ക് എന്റെ നാവിനെ സാറിന് മുൻപിൽ കെട്ടിയിട്ടു. രണ്ടമ്മമാരും സാറിന് എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതാണ് എനിക്ക് എന്റെ അമ്മയും. അത് സാർ മനസ്സിലാക്കണം. ഇല്ല, എനിക്കൊന്നും മനസ്സിലാക്കണ്ട. മനസ്സിലായത് ഒന്നു മാത്രമാ. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നവരാവും നമ്മളെ ചതിക്കുന്നത്. ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയും. ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുന്നവരെ കൂടെ നിർത്തി അതിനുശേഷം തൂക്കിയെടുത്ത് കളയണമെന്നാണ് അമ്മയുടെ പോളിസി. ജീവിതത്തിലും അത് തന്നെയാണ് വേണ്ടതെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനി ഞാനും ആ പോളിസിയിലേക്ക് കടക്കുക. ഇതുവരെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഏക സ്ത്രീ. ഈ നിമിഷം ഞാൻ നിന്നെ എന്റെ മനസ്സിൽ നിന്നും തൂക്കിയെടുത്ത് കളയുക. ഇനി എനിക്ക് നിന്റെ മുഖം കാണണ്ട. നീ ഇനി എന്റെ മുമ്പിൽ വരാനും പാടില്ല. ഗുഡ് ബൈ.